ആദ്യമായിട്ടാണ് ബിഷപ്പ് ഹൗസിൽ വരുന്നത്. അതെ, വെൽക്കം. അപ്പോൾ ആദ്യമായിട്ട് വരാൻ സാധിച്ച സന്തോഷമുണ്ട്. ഇതവരെ പുറത്തുനിന്ന് പല സ്ഥലത്തുനിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ബിഷപ്പ് ഹൗസിൽ വന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് താങ്കളെ വന്ന് കണ്ട ഒരു ആശംസ അറിയിക്കുക എന്ന് കരുതിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ പാണക്കാട് നിരവധി തവണ വന്നിട്ടുണ്ട്. വാപ്പയുള്ള സമയത്ത് മരിച്ചപ്പോൾ, അനുജൻ മരിച്ചപ്പോൾ, പിന്നെ അവരെ വിവിധ ആവശ്യങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി, വിവിധ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഒക്കെ ഉള്ള നിരവധി അവസരങ്ങളിൽ ഞാൻ പാണക്കാട് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല സന്തോഷം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വന്ന് മീറ്റിംഗ് പോകുന്നുണ്ട്. അതെ, ഓർമ്മയുണ്ട്. ഞാൻ പലപ്പോഴും കാണാറുണ്ട് മീറ്റിങ്ങുകൾ, വിളിച്ചതും പങ്കെടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ഒരുപാട് ക്രിസ്മസ് ആഘോഷ ഭാഗമായി നക്ഷത്രം തൂക്കിയതും അതുപോലെ ഒരു അറ്റ്മോസ്ഫിയറാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും അതെ, എല്ലാം നല്ല ലൈറ്റുകളായി എല്ലാം. നിഷാന്ത് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നമുക്ക് അകത്തേക്ക് പോകാം. സന്തോഷം. സ്വാഗതം. വീണ്ടും ഒരു ക്രിസ്മസ് കാലമാണ്. കേരളം മൊത്തം ഒരു ക്രിസ്മസ് മൂഡിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഇപ്പോൾ ഉള്ളത് താമരശ്ശേരി അതിരൂപത ആസ്ഥാനത്താണ്. എൻ്റെ കൂടെയുള്ളത് താമരശ്ശേരി ബിഷപ്പ്, ഒപ്പം പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങളും. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് പിതാവിനെ കാണാനും ക്രിസ്മസ് ആശംസകൾ നേരാനും മധുരം കൈമാറാനുമൊക്കെയായി വന്നിരിക്കുന്നു മുനവർലി തങ്ങൾ. അപ്പോൾ അവരോട് കുറച്ച് സമയം സംസാരിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലീഡേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഒരുമിച്ചിരിക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള സവിശേഷതകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ക്രിസ്മസ് ഓർമ്മകൾ എന്താണ്, ഈ ക്രിസ്മസ് കാലത്ത് പ്രത്യേകമായിട്ട് കേരളത്തോട് അവർക്ക് പറയാനുള്ളത് എന്താണ്, ഇതൊക്കെ ചോദിക്കാം എന്ന് വിചാരിക്കുകയാണ്. സ്വാഗതം രണ്ടുപേർക്കും. പിതാവ്, ഇപ്പോൾ പാണക്കാട് മുനവർലി തങ്ങൾ ഇവിടെ നിങ്ങളുടെ ആസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. ആ ഒരു സന്തോഷത്തെ എങ്ങനെയാണ് കാണുന്നത്? പാണക്കാട് ഇടയ്ക്ക് പിതാവും പോയിരുന്നു തോന്നുന്നു. ഞാൻ നിരവധി തവണ, ഏറ്റവും കുറഞ്ഞത് ഒരു 25 തവണയെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. ഓ, അത് ശരി. ഞാനിവിടെ ഈ രൂപതാ കേന്ദ്രത്തിൽ വന്നിട്ട് 40 വർഷങ്ങൾ പിന്നിടുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന മുൻഗാമികളായ രൂപതാധ്യക്ഷന്മാരുടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ അവരോടൊപ്പം അല്ലാതെയും എല്ലാം ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾക്കായിട്ടും അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാനും ദുഃഖങ്ങളിൽ ചേരാനും എല്ലാം ഞാൻ പോയിട്ടുണ്ട്. മരണസമയത്ത്, വിവാഹത്തിൻ്റെ അവസരത്തിൽ, അങ്ങനെ നിരവധി തവണ പോകാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു സൗഹൃദമാണ് മുനവർ അലി തങ്ങളും. അത് മാത്രമല്ല, മുൻഗാമികൾ നേരത്തെയുള്ള ആദ്യം മുതൽ എല്ലാവരുമായിട്ട്, അത് ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നേതൃത്വം എന്നല്ല കരുതുക, അതിനപ്പുറത്ത് വലിയൊരു സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഈ കുടുംബം. തങ്ങൾ കുടുംബം വലിയ ഒരു ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യമാണെന്ന് കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നത്തെ ഈ സാന്നിധ്യം ഞങ്ങൾ അനുഗ്രഹീതമാണെന്ന് കരുതുന്നതും അത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നതും. ഓക്കെ, തങ്ങൾ ഫസ്റ്റ് ടൈം പക്ഷേ ഇങ്ങോട്ട് വരികയാണ്, ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ സദിഖ് ശിഹാബ് തങ്ങളടക്കം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഓർക്കുന്ന വാപ്പ മരിച്ചപ്പോഴും അളാപ്പ മരിച്ച ഹൈദരലി ശിഹാബ് മരിച്ച സമയത്തൊക്കെ പിതാവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ബന്ധം ഒരുപാട് സമയത്ത് നമ്മൾ പുറത്തുനിന്നുള്ള പല വ്യത്യസ്ത പൊതുപരിപാടികൾ കാണാറുണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്ന് സന്തോഷം. അപ്പോൾ നമ്മുടെ പെരുന്നാൾക്കും ഞാൻ പാണക്കാടേക്ക് ക്ഷണിക്കുക. ഞാൻ അവിടെ വന്നിട്ടുണ്ട്. പിതാവ്, ഇതൊരു ക്രിസ്മസ് കാലം എന്ന് പറയുമ്പോൾ അതിന് എന്തുമാത്രം സവിശേഷമായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ക്രിസ്മസ് കാണുകയും ആഘോഷിക്കുകയും അതിൻ്റെ ആത്മീയമായ സംഗതികളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ക്രിസ്മസിന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോ കാലഘട്ടത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുന്നു. ഏറ്റവും വലിയ മാറ്റം നമ്മുടെ പ്രിയപ്പെട്ട മുനവർ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെ. നേരത്തെ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധ്യതകളേ ഇല്ലായിരുന്നല്ലോ. അത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ രംഗം വലിയ വിസ്ഫോടനം തന്നെയല്ലേ. നമുക്കിങ്ങനെ സാധിക്കുകയാണല്ലോ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ആളുകൾക്ക് സന്ദേശം എത്തിക്കാനും ഒക്കെ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം, ഞങ്ങൾ 1960കളിലാണ് അരീക്കോട് പ്രദേശത്താണ് എൻ്റെ വീട്. അവിടെ ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ക്രിസ്മസ് വളരെ ഇൻറ്റീരിയറായിട്ടുള്ളൊരു ഗ്രാമം. അവിടെ ക്രിസ്മസ് ഞങ്ങളുടേതായ ചെറിയൊരു ലോകം. അവിടെ ഉണ്ടാകുന്ന ആ ക്രിസ്മസിൽ പുഴയുടെ അരികിൽ നിന്ന് ഈറ്റ വെട്ടിക്കൊണ്ടുവരും. ഈറ്റ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് പുൽക്കൂടുണ്ടാക്കും, നക്ഷത്രങ്ങളുണ്ടാക്കും. അത് സ്കൂൾ കഴിഞ്ഞിട്ട് അവധിക്കാലം തുടങ്ങും. 23 ഡിസംബർ 23, 2 ദിവസം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുക. കാരണം നമുക്ക് സ്കൂളിൽ ഞങ്ങൾക്ക് 10 കിലോമീറ്റർ നടന്നു പോകണമായിരുന്നു.
അതിനുള്ള സമയം കിട്ടുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ ഇത് ചെയ്യും. വളരെ ലളിതമായ ആഘോഷങ്ങൾ അതെല്ലാം അപ്രത്യക്ഷമായിട്ട് ഇന്നൊരു കമ്പോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തിയില്ലേ. വർഷങ്ങൾ ചോദിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അപ്പോൾ അതൊരു ആത്മീയമായ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതിനപ്പുറം ഒരു സെലിബ്രേഷൻ മാത്രമായിട്ട് ഇത് ചുരുങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കമ്പോളവൽക്കരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അടുത്ത നാളിൽ ഞാൻ സിംഗപ്പൂർ പോയിരുന്നു. നവംബർ മാസത്തിലാണ് ഞാൻ പോയത്. അവിടെ എല്ലാം അലങ്കാരങ്ങളായി കഴിഞ്ഞു. ക്രിസ്മസ് വരുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപേ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ക്രിസ്മസ് അതിൻ്റെ ഒരു ആത്മീയ തലമുണ്ട്. ദൈവം, പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന വലിയൊരു സന്ദേശമാണ് ഇത് കൊടുക്കുന്നത്. അതിന് എങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ തലങ്ങളിലേക്ക്, അതൊരു കമ്പോളവൽക്കരണത്തിൻ്റെ തലങ്ങളിലേക്ക് ഇത് മില്യൺസ് ആണല്ലോ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. അങ്ങനെ ഒരു തലങ്ങളിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അത് യഥാർത്ഥ ക്രിസ്മസിൽ നിന്ന് അകലെയാണെന്നുള്ളത് പറയാതെ തന്നെ നമുക്കറിയാം. പക്ഷേ ആഘോഷവും നമുക്ക് ആവശ്യമാണ്, ഒരുമിച്ച് കൊണ്ടുപോകണം. പക്ഷേ അതിന് അതിരുകളുണ്ടല്ലോ. അതിരുകൾ കടന്ന് അപ്പുറത്തേക്ക് ഒരു സാന്താക്ലോസിൻ്റെ ചിത്രം മാത്രം, സാന്താക്ലോസ് സമ്മാനം കൊടുക്കുന്ന സംഭവങ്ങൾ, അതിലേക്ക് ക്രിസ്മസ് മാറുകയാണ്. അവിടെ യഥാർത്ഥത്തിലുള്ള ക്രിസ്തു ജനിക്കുന്നു, അവൻ ദരിദ്രരോടൊപ്പമാണ്, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണ് ദൈവം എന്ന വലിയൊരു സന്ദേശം. ആ സന്ദേശങ്ങൾക്കപ്പുറത്ത് ഒരാഘോഷമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ശുഭോദാർക്കമല്ല. വിപണി മാത്രമായിട്ട് മാറുന്നതാണ്. തങ്ങളെ ഞാൻ ചോദിക്കുന്നത്, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സീസണാണ്. ഇപ്പോൾ നമ്മുടെ വർഷാവസാനം വരുന്നു, തണുപ്പ് കാലം വരുന്നു, പിന്നെ മൊത്തം ലൈറ്റും വെളിച്ചങ്ങളും ആഘോഷങ്ങളും സാന്താക്ലോസും കരോൾ ഗാനങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ കേരളത്തിൽ ഈ ക്രിസ്മസിൻ്റെ ഒരു ആഘോഷം സ്പർശിക്കാതെ, ഒരാളെയും സ്പർശിക്കാതെ പോകുന്നില്ല. അപ്പം തങ്ങളുടെ ഒരു മെമ്മറി എന്താണ് ക്രിസ്മസ് കാലം എന്ന് വെച്ചാൽ? ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ ലാപ്ലാൻഡിൽ റൊവേനിമി, അതാണോ സ്ഥലം, റൊവേനിം എന്നൊരു സാന്താക്ലോസ് വില്ലേജ്. ഓക്കെ. അപ്പോൾ അവിടെ പോകാൻ ഇതുപോലൊരു ഡിസംബർ മാസത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ ആ വില്ലേജ് മുഴുവനും അന്ന് ഈ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ അവിടെ പോയി സാന്താക്ലോസ് അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ട് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്ത് കാരണം അദ്ദേഹം എല്ലാവരും സന്തോഷിപ്പിക്കുകയാണ്. എല്ലാവർക്കും പോസ്റ്റ് പിന്നെ കാർഡ് അയക്കുന്നു, മെയിൽ അയക്കുന്നു. അങ്ങനെ ഒരു വലിയ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനുള്ള. പക്ഷെ അന്ന് ഞാൻ പോയ സമയത്ത് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സാന്താക്ലോസിൻ്റെ ഫോട്ടോ വെച്ചിട്ട്. നാട്ടിൽ പോയത്? സാന്താക്ലോസ് നാട്ടിൽ പോയത് ഫോട്ടോ ഇട്ടത് ഒരു 10 വർഷങ്ങൾ മുമ്പാണ്. പക്ഷേ അന്ന് ആ സമയത്ത് ചില തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ മതബാന്ധന്മാർ അന്ന് ആ സമയത്ത് വളരെ വലിയ രീതിയിൽ വിവാദമാക്കാൻ നോക്കിയിരുന്നു. പക്ഷേ അതിൻ്റെ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് അത് വലിയൊരു നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ് അത്തരത്തിൽ സൗഹൃദങ്ങളും ഒക്കെയുള്ള രീതിയിൽ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസ് മെമ്മറി എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിൽ പരിസരത്ത് അധികം ക്രിസ്ത്യാനികളില്ല. പക്ഷേ ഞങ്ങൾ തൊട്ടടുത്ത് ഊരകത്ത് അവിടെ ക്രിസ്ത്യൻ ചർച്ചുണ്ട്, അവർ സ്കൂൾ നടത്തുന്നുണ്ട്. അപ്പം അവരൊക്കെ എപ്പോഴും വാപ്പയുള്ള സമയത്ത് അദ്ദേഹത്തെ കാണാൻ വരുന്ന സമയം. അതുപോലെ മലപ്പുറത്ത് ആദ്യം നമ്മൾ കുന്നുമ്മൽ പോയി നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ക്രിസ്ത്യൻ ചർച്ചാണ്, പള്ളി. അതിന് ശേഷമാണ് അവിടെ പള്ളി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട അനുമതി ലഭിക്കാൻ അന്ന് അച്ഛന്മാർ പോയി കണ്ടത് ഞങ്ങളുടെ പിതാമഹനായിട്ടുള്ള പൂക്കോയത്തങ്ങളെയാണ്. അപ്പോൾ അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് അവിടെ ഈ ചർച്ച സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ക്രിസ്മസ് ലോകത്തെ പല ഭാഗങ്ങളിൽ നമ്മൾ സഞ്ചരിച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു ക്രിസ്മസ് സീസൺ, ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് സീസൺ, അത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ക്രിസ്മസിനുള്ള ഓഫറുകൾ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഗിഫ്റ്റുകൾ, മാതാപിതാക്കളെ കാണാൻ പോകുന്നു. അവിടെയൊക്കെ പലപ്പോഴും കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുന്നവരല്ല. അപ്പോൾ ഫാദേഴ്സിനും മദേഴ്സിനുള്ള ഗിഫ്റ്റുകൾ കൊണ്ടു കൊടുക്കുന്നത് അന്നാണ്. ഏറ്റവും കൂടുതൽ ഓഫറുകൾ ലഭിക്കുന്ന അന്നാണ്. അപ്പോൾ ഇതൊരു വലിയ ആഘോഷമായി ലോകത്തുടനീളം മാറുകയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ മറ്റുള്ള മതക്കാരും അതിൽ സന്തോഷിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നു. കേരളത്തിലെ മനുഷ്യർ പൊതുവെ ഒരു സൗഹാർദ്ദ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അതിനിടയ്ക്ക് കുറേ കരടുകൾ വീഴ്ത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ റിലീജിയസ് ലീഡേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ ശരിക്കും ഈ ഹാർമണി നിലനിർത്താൻ? തീർച്ചയായിട്ടും.
ഒരു ചെടി വളരണമെങ്കിൽ അതിന് ജലം വേണം, വളം വേണം, വായു വേണം. അത് മൂന്നും സ്വീകരിച്ചുകൊണ്ടാണല്ലോ ചെടി വളരുന്നത്. അതുപോലെ ഓരോരുത്തരും വളരുന്നത് ചുറ്റുമുള്ള നല്ല സാഹചര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ഈ ഒരു തീവ്രവാദ മനോഭാവം മറ്റുള്ളവർ, ഇത് ഞാൻ എൻ്റെ വിശ്വാസം, മറ്റാർക്കും ജീവിക്കാൻ സാഹചര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ലീഡേഴ്സ് എപ്പോഴും ഇതുപോലെയുള്ള സന്ദേശങ്ങൾ നൽകുകയാണ്. ഒരുമിച്ച് ജീവിക്കുന്നതാണ് സ്നേഹം. അത് ക്രിസ്തുമസ് അതാണ്. അവിടെ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. അവിടെ മതിലുകളില്ല, സൂചിപ്പിച്ചതുപോലെ മതിലുകളില്ല. എല്ലാവർക്കും ജാതിമത ഭേദമന്യേ അവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. കേരളത്തിലെ ഒരു പുരോഹിതൻ എന്ന നിലയ്ക്ക് പിതാവ് ആ കാര്യത്തിൽ സന്തോഷവാൻ കൂടിയായിരിക്കും. കുറച്ച് ഹാർമോണിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. ആഘോഷങ്ങളെല്ലാം നമ്മുടേതായ നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോയാൽ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ എല്ലാവർക്കും അത് ഒരുപോലെ ആഘോഷിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് അതിന് വലിയ ത്രെട്ട് നേരിടേണ്ടി വരുന്നുണ്ട് എന്ന നിരാശയുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ചില പോക്കറ്റുകളിൽ അങ്ങനെ തീവ്രവാദ ശൈലിയുള്ളവർ വേറെ ആരും വളരരുത്, ഇവിടെ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന് ഉണ്ട്. എന്നാൽ ഗുജറാത്തിൽ പ്രധാനപ്പെട്ട സ്ഥലമാണല്ലോ രാജ്കോട്ടിൽ അവിടെ നമ്മുടെ കത്തീഡ്രൽ പള്ളിയുണ്ട്. ഒരു ക്രിസ്മസ് കാലം അവിടെ വളരെ മനോഹരമായ ക്രിബ്, അവിടെ ആളുകൾ കടന്നു വരുന്നത് കണ്ടിട്ട്, അവിടെ ക്രിസ്ത്യാനികൾ നാമമാത്രമായിട്ട് ക്രിസ്ത്യാനികളേ ഉള്ളൂ. ഒരു 2 ലക്ഷത്തിലധികം ആളുകൾ അവിടെ ആ ക്രിബ് കാണുന്നതിനും ആ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിനും വന്നു. ഞാൻ ചോദിച്ചു, ഇവിടെ എത്ര ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്? വലിയ തിരക്കാണ്. അപ്പോഴതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത നാളിൽ സാറ്റ്ന, മധ്യപ്രദേശിൽ സാറ്റ്ന എന്ന ഒരു ഗ്രാമത്തിൽ ഈ വലിയൊരു സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി അവിടെ നമുക്കൊരു വൈദിക പരിശീലന കേന്ദ്രമുണ്ട്. 2-3 വർഷങ്ങൾക്ക് മുൻപാണ് ആ വൈദിക പരിശീലന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഗ്രാമങ്ങളിൽ ഈ ഒരു സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടി ഈ കരോൾ ഗാനമായിട്ടും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് പോയി. പക്ഷേ ഗ്രാമത്തിലുള്ള ചിലർ അത് വലിയൊരു ഇഷ്യൂ ആക്കുകയും പ്രശ്നമാക്കുകയും അവർ ജയിലിൽ അടയ്ക്കുകയെല്ലാം ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. ശരി, തങ്ങളിപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച കാര്യം ഒന്നുകൂടി ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ ചേർന്ന് പോകുന്ന 2 സമുദായങ്ങൾക്കിടയിൽ അകലമുണ്ടാക്കാൻ വളരെ പർപ്പസ്ഫുള്ളി ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നു. അപ്പോൾ അത് ഒരു ഗുരുതരമായ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? എന്ന് വെച്ചാൽ അത്രയും വലിയ അകലം രൂപപ്പെട്ടു. ഇപ്പോൾ ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം കൂടി ഞാൻ ചോദിക്കുന്നത്, എന്തുമാത്രം അത് കേരളത്തിലെ ഒരു ഹാർമോണിയസ് ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്? നിങ്ങൾ അതിനകത്ത് എന്തുമാത്രം ഡിസ്റ്റർബ്ഡ് ആണെന്ന് കൂടി ഞാൻ ചോദിക്കുന്നു. മതങ്ങൾ നമ്മുടെ ആത്മീയമായ സംസ്കരണമാണ് ഓരോ വിശ്വാസികളും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ അവർക്കുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ ദൈവത്തെ നമ്മൾ അർപ്പിക്കുകയാണെല്ലാം, ഭരമേൽപ്പിക്കുകയാണ്. അതിലൂടെ കിട്ടുന്ന ഒരാശ്വാസം, അതൊരു വിശ്വാസിക്ക് ഉണ്ടാകുന്നൊരു സമാധാനമാണ്. അതിന് വേണ്ടിയിട്ട് അത് എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറയുന്നത്, നമ്മൾ റിലേ ചെയ്യാന്നുള്ളത്. പക്ഷേ ഈ മതങ്ങൾ ഇവിടെ ഇടകലർന്ന് ജീവിക്കുമ്പോൾ അതിനിടയിൽ ഒരുപാട് മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ മതങ്ങളെ മറയാക്കി വെക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒന്നാണ്. അപ്പോൾ അത്തരം സമീപനങ്ങളെ നമ്മൾ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ അത്തരം ആളുകളെ ഒറ്റപ്പെടുത്തുക, നമുക്കിവിടെ വളരാനുള്ള ഒരു സാഹചര്യം, നമ്മുടെ ഒരു പുരോഗതി, ഒരു കോഎക്സിസ്റ്റിലൂടെ നിന്നുകൊണ്ട് ഒരു സാമൂഹ്യപരമായ പുരോഗതിയൊക്കെ ലക്ഷ്യം വെക്കുന്ന നമ്മളൊക്കെ ഇപ്പം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, ഇപ്പം ഇവിടെ താമരശ്ശേരി രൂപതയുടെ കീഴിൽ 100 ചില്ലാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെയുള്ള ധാരാളം കോളേജുകളൊക്കെ, ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പല മതവിഭാഗക്കാരും ഉണ്ടാക്കിയാണെങ്കിലും അതിലൂടെ വിജ്ഞാനം നേടുന്നതും പഠിക്കുന്നതൊക്കെ എല്ലാ സമൂഹമാണ്. അപ്പോൾ ഇതിനിടയിൽ മതം മാത്രം ഒരു ആയുധമാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കുകയും ആ ഒരു പുതിയ തലമുറയോട് നമുക്കങ്ങനെ സംവദിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ആ തലമുറ കൂടി ഇരയാവരുത്, അവർക്ക് കൂടി ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് പോകണം എന്നുള്ളത് കാലത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെ കൂടി ആവശ്യമാണ്. പിതാവ്, ക്രിസ്മസ് കാലം വന്നുള്ള ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കുകയാണോ? അത് വ്യക്തിപരമായിട്ടുള്ള ക്രിസ്മസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ എങ്ങനെ സമയം കിട്ടുക? ഇല്ല, നമ്മുടെ തിരക്കുകൾക്കുള്ളിലാണ്. ക്രിസ്മസ് കാലം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദേവാലയങ്ങളിൽ പ്രോഗ്രാമുകൾ, അതുപോലെ അതിനോടനുബന്ധിച്ച് ഉള്ള പ്രോഗ്രാമുകളിലാണ് മിക്കവാറും. ഒരു ക്രിസ്മസ് ദിവസം മാത്രം നമുക്ക് രാവിലത്തെ
പ്രാർത്ഥനകൾ കഴിഞ്ഞാൽ കുർബാനയും അതുപോലുള്ള പ്രാർത്ഥന കഴിഞ്ഞാൽ അന്നൊരു ദിവസം ഫ്രീ. പിന്നെ നമുക്കങ്ങനെ സ്വകാര്യമായിട്ടുള്ള ഫ്രീഡം നമുക്കില്ല. എപ്പോഴും പ്രോഗ്രാമുകളിലായിരിക്കും തിരക്കായിട്ട്. സമർപ്പിതമാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ആത്മീയതയുടെ എലമെൻറ്റ് കുറയുകയും സെലിബ്രേഷൻ മൂഡിൻ്റെ എലമെൻറ്റ് കൂടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ഒരു കാലത്ത് പല തരത്തിലുള്ള വെല്ലുവിളികളെക്കുറിച്ച് നിങ്ങൾ പറയുകയും ചെയ്തു. പിതാവിന് എന്താണ് ഒരു സന്ദേശം നിലയ്ക്ക്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയോട് ആൻഡ് സൊസൈറ്റിയോട് പറയാൻ തോന്നുന്നത് എന്താണ്? നിങ്ങൾ ക്രിസ്മസിനെ എങ്ങനെ നിങ്ങൾ എടുക്കണം, എങ്ങനെ നിങ്ങൾ കൊണ്ടാടണം എന്നാണ് പറയാൻ? ക്രിസ്മസ് നൽകുന്നത് വളരെ കറക്റ്റായിട്ടൊരു സന്ദേശമാണ്. ആ സന്ദേശം ഉൾക്കൊള്ളണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ആ ഒരു സന്ദേശമാണ് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ നൽകിയത്. ആ ഒരു സന്ദേശം എല്ലാ കാലത്തും കാലികമാണ്, വളരെ പ്രസക്തമാണ്, അനിവാര്യമാണ്. അതിനപ്പുറത്ത് വലിയൊരു സന്ദേശമേ ഇല്ല. അവിടെ ക്രിസ്തു തന്നെ പഠിപ്പിച്ചു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഇതാണ് എൻ്റെ കൽപ്പന. അപ്പോൾ ആ കൽപ്പനയാണ് ദൈവം തന്നെ ഈ ഭൂമിയിൽ ജാതനായി നമ്മോടൊപ്പം വസിക്കുന്നു. അവിടെ നൽകുന്ന സന്ദേശം പരസ്പരം സ്നേഹിക്കുക. സ്നേഹിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ധാരാളമുണ്ട്. നമുക്ക് കണ്ടെത്താൻ കഴിയും എന്തുകൊണ്ട് എനിക്ക് സ്നേഹിക്കരുത്. മതിലുകൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ സ്നേഹിക്കുമ്പോൾ നമുക്ക് വളരെയധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിൽ നിന്ന് സംജാതമാകുന്നത് സമാധാനമാണ്. നമുക്ക് സമാധാനമില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് എന്താണ് കാര്യം? നമ്മൾ പരസ്പരം നമ്മുടേതായ താല്പര്യങ്ങൾ വേണ്ട എന്ന് വെച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ട എന്ന് വെക്കുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന, ഓരോരുത്തരും നൽകുന്ന വലിയ സംഭാവനയാണ്. ക്രിസ്ത്യാനിയാകട്ടെ, മുസൽമാനാകട്ടെ, ഹിന്ദു ആകട്ടെ, ഏത് മതത്തിൽ, ഏത് തത്വശാസ്ത്രത്തിൽ ചിന്തിച്ചാലും എല്ലാവരും ഒരു മനസ്സോടുകൂടി പോകണം. പരസ്പരം സ്നേഹിക്കണം, പരസ്പരം സമാധാനത്തോടുകൂടെ മുന്നോട്ട് പോകണം. അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ നിരവധി ഉണ്ടാകാം, പക്ഷേ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന. പിതാവ് ശരിക്കും ആ നിലയ്ക്കുള്ള ആളുകൾക്കിടയിലുള്ള ഈ സ്നേഹവും സമാധാനവും ഐക്യവും അതിനെയൊക്കെ അലോസരപ്പെടുത്തുന്ന തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഇങ്ങനെ ഇൻജെക്ട് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഇൻസെക്യൂരിറ്റി പ്രശ്നം ശരിക്കും ക്രിസ്ത്യൻ മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ അനുഭവിക്കുന്നുണ്ടോ? ആസ് സച്ച് ഫിസിക്കലി നോ. ഔട്ട്സൈഡ് അങ്ങനെ നമുക്ക് യാതൊരു പ്രോബ്ലവും ഇല്ലല്ലോ. പക്ഷേ ഇൻസൈഡിൽ നിരീക്ഷിക്കുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി. നമ്മുടെ ആളുകളെല്ലാം ഇവിടെ നിന്ന് കുട്ടികൾ, യങ് ജനറേഷൻ മൈഗ്രേറ്റ് ചെയ്യാണ്. കാരണം ഇൻസെക്യൂർ. ഇവിടെ എന്തായിരിക്കാം ഫ്യൂച്ചറിൽ, അങ്ങനെയുള്ള ചിന്തകൾ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണം. മൈഗ്രേഷൻ ഭയങ്കരമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ മൊത്തത്തിലുള്ള? തീർച്ചയായിട്ടും. ഒരു യങ് ജനറേഷൻ എപ്പോഴും, കാരണം യൂറോപ്പും അമേരിക്ക, ഓസ്ട്രേലിയ എല്ലാം ഓപ്പൺ ചെയ്യുന്നല്ലോ. എല്ലാവർക്കും അവിടെ ജോലി സാധ്യത കൂടുതലുണ്ട്. സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടെ ജീവിക്കാം എന്നൊക്കെയാണ് കരുതുന്നതെങ്കിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുണ്ടായ സംഭവങ്ങൾ അവിടെ ഉണ്ടാകും എല്ലായിടത്തും. എങ്കിലും അവിടെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ അത് കൂടുതലായിട്ട് ഉണ്ടാകും. അത് അങ്ങനെ ഒരു മൈഗ്രേഷൻ. തിരിച്ചു വരാൻ പ്ലാനില്ലാതാണ് എല്ലാവരും പോകുന്നത്. തീർച്ചയായിട്ടും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അല്ല, അതിനെ ഇപ്പം കേരളത്തിലെ ഒരു പുരോഹിതൻ നിലയ്ക്ക് അല്ലെങ്കിൽ പിതാവ് നിലയ്ക്ക് അങ്ങനെ ഒരു ത്രെട്ടുണ്ടോ? പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണം കുറവ്, വിശ്വാസികളുടെ എണ്ണം കുറവ്, കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് കുറവ്, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടോ? അത് എല്ലാ കാലത്തും എല്ലാ കമ്മ്യൂണിറ്റിയിലും ഉണ്ടാവും. നമുക്ക് മൈഗ്രേഷൻ ഒരു നാച്ചുറൽ ഫിനോമിനാണല്ലോ മൈഗ്രേഷൻ. ഞങ്ങളൊക്കെ ഇവിടെ എത്തിയത് 50-100 വർഷങ്ങൾക്ക് മുമ്പ് തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അവിടെ അത്ര ആൾ കുറഞ്ഞല്ലോ, പക്ഷെ നഷ്ടമില്ലല്ലോ. ഇവിടെ ഞങ്ങൾ എസ്റ്റാബ്ലിഷ്ഡായി നന്നായിട്ട് ജീവിക്കുന്നു, വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്നു. ഇനിയും അങ്ങനെ മൈഗ്രേഷൻ നമുക്കൊരു ത്രെട്ടല്ല, പക്ഷേ അത് നമുക്ക് അംഗസംഖ്യ നമ്മുടെ ഇവിടെ ഉണ്ടാകുകയില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ, അതെല്ലാം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ കടലിന് സ്വഭാവം ഉണ്ടല്ലോ, ഒരു ഭാഗത്ത് നിന്ന് എടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ നിന്ന് ആളുകൾ പോയാൽ അവിടെ നന്നായിട്ട് അവർ ജീവിക്കുന്നു, അവിടെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് അതിനെ നെഗറ്റീവായിട്ട് നമുക്ക് കണ്ടാൽ നെഗറ്റീവാണ്, എല്ലാം തീർന്നു പോയി, അങ്ങനെ ത്രെട്ട് നമുക്ക് വേണ്ട. അവിടെ നന്നായിട്ട് അവർ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു റിപ്പോർട്ടാണ്. ഇപ്പം ഞാൻ കോട്ടയത്തു നിന്നുള്ള ആളാണ്. അപ്പോൾ അവിടെയൊക്കെ നോക്കിയാൽ പല വീടുകളിലും പ്രായമായ അച്ഛനും അമ്മയും ഒക്കെ മാത്രമാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ കൂടുതൽ ആളുകളും മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുകയാണ്. തിരിച്ചു വരാൻ അവർക്ക് കഴിയുന്ന സാഹചര്യമല്ല, തിരിച്ചു വരാനൊരു പ്ലാനുമില്ല. അപ്പോൾ അവിടെയൊക്കെ സാമൂഹ്യമായി തന്നെ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്.
അപ്പോൾ അതിനെ സഭ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടോ? നമ്മുടെ സമീപനം പോലെയാണ് അതിനെ കാണേണ്ടത്. ഇവിടെ വീടുകളിൽ ആയി. ഞാൻ ഈ അടുത്ത നാളിൽ ഓസ്ട്രേലിയയിൽ പോയി. അവിടെ മെൽബണിൽ ഒരു പള്ളിയിൽ ഞാൻ അവരുടെ പ്രധാന കുർബാന അർപ്പിച്ചു. അതിൽ പങ്കെടുത്തത് 2000 പേരാണ്. അവർ വളരെ നന്നായിട്ട് വീടുകൾ വെച്ച് നന്നായിട്ട് ജീവിക്കുന്നവർ. അത് നമുക്ക് പോസിറ്റീവല്ലേ? ഇവിടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് അവിടെ വളരെ നന്നായിട്ട് അധ്വാനിച്ച് നല്ല വീട്, നല്ല വാഹനങ്ങൾ, നല്ല സൗകര്യങ്ങൾ അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ഈ കേരളത്തിൻ്റെ അതേ അറ്റ്മോസ്ഫിയറിൽ അവർ ആ പ്രോഗ്രാമുകളൊക്കെ നടത്തി സന്തോഷത്തോടു കൂടി അങ്ങനെ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ആളുകൾ കുറഞ്ഞെന്നിരിക്കും. അത് നമുക്ക് അതിനെ തടയിടാനൊന്നും നമുക്ക് സാധിക്കില്ല. ദാറ്റ്സ് എ ഫിനോമെൻ, നാച്ചുറൽ ഫിനോമെനാണ്. ഇപ്പം തങ്ങളിപ്പോൾ ഇതിനകത്ത് ഈ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും പലതരത്തിൽ. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ശത്രുക്കളുണ്ടെന്നൊക്കെ തോന്നുക, പിന്നെ അതിന്മേൽ വർക്ക് ചെയ്യാൻ തോന്നുക. അപ്പോൾ അതെങ്ങനെയാണ് മൊത്തത്തിൽ സൊസൈറ്റിയിൽ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നിയിട്ടുള്ളത്? ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല. ഇപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം അവർ കോടതിയിൽ പോകുമ്പോൾ പോലും അവരുടെ ശിരോവസ്ത്രം ധരിക്കാൻ അവർ മടിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഭയപ്പാടുണ്ടാക്കുക എന്നുള്ളത് അത് ഇന്ത്യയിൽ മൊത്തമായി കണ്ടുവരുന്ന ഒന്നാണ്. ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. മണിപ്പൂരിൽ അവിടെ ക്രിസ്ത്യൻ സഹോദരന്മാർക്കുള്ള കലാപങ്ങൾ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ എല്ലാവർക്കും ഭയപ്പാടുണ്ടാക്കുന്നൊരു സാമൂഹ്യ സ്ഥിതി വളർന്നു വരികയാണ്. അപ്പോൾ അവിടെ ഇപ്പം അത് മതത്തിൻ്റെ പേരിൽ മറ പിടിച്ചുകൊണ്ടാവുമ്പോൾ അത് കൂടുതൽ സെൻസിറ്റീവ് ആക്കാൻ വേണ്ടി ശ്രമിക്കും. അതിലൂടെ മറ്റു പല നേട്ടങ്ങൾ, രാഷ്ട്രീയ ലാഭങ്ങളൊക്കെ കൊയ്യാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇപ്പോൾ പിതാവ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു അത്തരം ഒരു ഇൻസെക്യൂരിറ്റി പ്രകടമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ ആ ഒരു ഭൂമികയിൽ നമ്മൾ ഒരുപാട് ത്രെട്ടുകൾ അങ്ങോട്ടും പച്ചയായി വർഗീയത പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു പുതിയ വരുന്ന ഒരു തലമുറയ്ക്ക് അങ്ങനെയും സംസാരിച്ച് തുടങ്ങാം എന്നുള്ള രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ വെറുപ്പ് എന്ന് പറയുന്ന സംഗതിയുള്ളൂ, പരസ്പരമുള്ള ഇത് ശരിക്കും ഗ്രൗണ്ടിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മനുഷ്യന്മാർ നേരിട്ട് ഫിസിക്കലി ഇടപെടുന്ന സ്ഥലത്ത് ഞാൻ സംശയിക്കുന്നത്. കാരണം നമ്മൾ കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷവും വളരെയധികം നല്ല സൗഹൃദത്തിൽ പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കലായുള്ള സംസാരത്തിൽ നമുക്ക് ഒട്ടും അങ്ങനെ വെറുപ്പ് കാണാൻ സാധിക്കില്ല. സോഷ്യൽ മീഡിയ കയറാൽ പിന്നീട് ഒരു വെറുപ്പിൻ്റെ ലോകമാണ്. എല്ലാ രീതിയിലും ഹേറ്റഡ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക. അതിപ്പം അത് എന്താണ് ആ ഒരു മനോഭാവം വരുന്നത് എന്നുള്ളത് വലിയ അപകടകരമായിട്ട് ഒന്നാണ്. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറയിൽ അങ്ങനെ നന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിലൂടെ ഇത്തരം ക്രൂര മനോഭാവങ്ങൾ ആരെയും വെറുപ്പിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സഭ്യം പറയുന്ന രീതിയിലേക്ക് വരിക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും നല്ല സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ്. എല്ലാവരും ആദ്യം പറയും കേരളം എന്ന് പറയുമ്പോൾ ഏറ്റവും 100% ലിറ്ററസി എന്ന് പറയുന്ന നമ്മൾ അഭിമാനം കൊള്ളാറുണ്ട്. പക്ഷെ അതിൽ ആ ലിറ്ററസിക്ക് അപ്പുറം നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലിറ്ററസി നമുക്ക് സമൂഹത്തോട് സംവദിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലിറ്ററസി ഇൻ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഇത്തരം നമ്മുടെ നേതാക്കന്മാരും രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെയാണെങ്കിലും അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അങ്ങനെയുള്ള ഒരു നല്ല ഒരു നാൾക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്, അതൊരു അജണ്ടയാക്കി എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവിൻ്റെ ഒരു ക്രിസ്മസ് സന്ദേശത്തോടെ അവസാനിപ്പിക്കുക ഈ ടോക്കെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ വിശ്വാസം, ദൈവത്തിൻ്റെ സ്നേഹ സന്ദേശം എന്നോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടി ഒന്ന് ഊന്നി സംസാരിക്കണം എന്ന് തോന്നുന്നു. ഒരു മനോഹരമായ കവിവാക്യമുണ്ടല്ലോ, അതെന്നെ എന്നും ആകർഷിച്ചിട്ടുള്ള, ജാതിയില്ലേക വർണ്ണമൊഴുകും രുധിരത്തിലും, ജാതിയില്ലല്ലോ പുളിപ്പാർന്ന കണ്ണീരിലും. നമ്മുടെ രക്തത്തിൽ ഒരു നിറത്തിന് വ്യത്യാസമില്ലല്ലോ. നമ്മുടെ കണ്ണുനീരിന് വേദനയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ജാതിയോ മതമോ ഒന്നുമില്ല. അത് തിരിച്ചറിഞ്ഞ് പരസ്പരം പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും അവർക്ക് പിന്തുണ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു പോസ്റ്റ് കൊണ്ടോ എൻ്റെ ഒരു വാക്കുകൊണ്ടോ സമൂഹത്തിൻ്റെ ഈ സമാധാനത്തിൻ്റെ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകാം. ഒരു വർഗീയത ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കുകയും അതനുസരിച്ച്
പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ ബഹുമാന്യനായ മുനവർ തങ്ങൾ പറഞ്ഞതുപോലെ 100% സാക്ഷരത സ്നേഹത്തിലും ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ വാക്കുകളിലായിരിക്കും നമുക്കുണ്ടാകുകയുള്ളൂ. നിങ്ങൾ വാക്കുകൾ കൊണ്ടല്ല സ്നേഹിക്കേണ്ടത്, പ്രവൃത്തികൾ കൊണ്ടാണ് സ്നേഹിക്കേണ്ടത് എന്ന് വിശുദ്ധ യാക്കോബ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്നേഹമെന്ന വാക്ക് പറയുന്നത് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, സ്നേഹിക്കുക കൂടി ചെയ്യേണ്ടതാണ്. യെസ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്രിസ്മസ് കാലത്ത് താമരശ്ശേരി പിതാവ് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമാണ്. സ്നേഹിക്കുക. സൗഹാർദ്ദ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാലമാണ്. നമ്മൾ പറയുന്ന വാക്കുകൊണ്ട്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് സമൂഹത്തിൻ്റെ ഐക്യത്തിനും സ്നേഹത്തിനും ഒരു ഭംഗം ഉണ്ടാവുന്നില്ല, ഒരു പരിക്ക് പറ്റുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട് എന്ന് ഓർക്കേണ്ട ഒരു ക്രിസ്മസ് കാലം കൂടിയാണ്. താങ്ക് യു പിതാവ്.